Hi all, welcome back to my channel. അപ്പം നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഉച്ചാരണ സംബന്ധമായ പ്രശ്നങ്ങൾ. അതായത് മിസ്ആർട്ടിക്കുലേഷൻ, സ്പീച്ച് സൗണ്ട് ഡിസോർഡർ എന്നൊക്കെ ഇതിനെ പറ്റി വിളിക്കാറുണ്ട്. ഒന്നുകിൽ ചില അക്ഷരങ്ങൾ ചില കുഞ്ഞുങ്ങൾ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു അക്ഷരത്തിന് പകരം വേറൊരു അക്ഷരം വെച്ച് പറയാം. അതുമല്ലെങ്കിൽ സംസാരിക്കുന്നത് എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവാനേ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇത് ഫുൾ അൺക്ലിയർ സ്പീച്ച് എന്ന് പറയും. അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഇങ്ങനൊരു എന്താ പറയുക, നമ്മുടെ സംസാര സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് ഈ അക്ഷരം കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. നമ്മുടെ വായിൽ കുറേ ആൾക്കാരുണ്ടല്ലേ, നാവുണ്ട്, പല്ലുണ്ട്, ഹാർഡ് പാലറ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരം അവയവങ്ങൾക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഉച്ചാരണ സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നത്. അതാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഞാൻ സുനേന, ഞാൻ ഒരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ആണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം നമ്മുടെ വായിലുള്ള ഓരോ അവയവങ്ങൾക്കും സംസാരത്തിൽ മികച്ച ഒരു പങ്കുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മൂവ്മെൻറ്റിന് വ്യത്യാസം വരികയോ അല്ലെങ്കിൽ സ്ട്രെങ്ത്തിന് വ്യത്യാസം വരികയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പറയുന്ന അക്ഷരങ്ങളെയും അത് ബാധിക്കും. ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, നമ്മുടെ നാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ്. അപ്പോൾ ഈ നാവിൻ്റെ മൂവ്മെൻറ്റ് കൃത്യമായാൽ മാത്രമേ സംസാരവും ക്ലിയർ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ നാവ് എല്ലാ ദിശയിലേക്കും മൂവ് ചെയ്യുന്നുണ്ടോ? കുഞ്ഞിന് നാവ് വായിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും, ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ നോക്കൂ, ഇടത്തേ കവിള്, വലത്തേ കവിള്, അതായത് ഇടത്തേ കവിളിൻ്റെ വലത്തേ കവിളിൻ്റെ നടുഭാഗം വരെ കുഞ്ഞിന് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? മേലോട്ട്, താഴോട്ട്, അതുപോലെ തന്നെ കോർണർ ഓഫ് ദ മൗത്ത്, വായയുടെ കോർണേഴ്സിൽ ഇങ്ങനെ പറ്റുന്നുണ്ടോ? ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ തന്നെയും നമ്മുടെ കുഞ്ഞിന് ചെയ്യാൻ പറ്റണം. അതുപോലെ നാവിന് പ്രോപ്പർ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം നമ്മുടെ ഒരു കവിളിൻ്റെ ഇവിടേക്ക്, കുഞ്ഞിൻ്റെ കവിളിൻ്റെ ഇവിടേക്ക് നാവ് കൊണ്ടുവരാൻ പറയാം, ഇങ്ങനെ. എന്നിട്ട് നമ്മൾ പുറത്ത് വെച്ചിട്ട് ആ കുഞ്ഞിൻ്റെ നാവിന് നമ്മൾ കൈ കൊണ്ട് തള്ളാൻ ശ്രമിക്കുക. അപ്പോൾ കുഞ്ഞിനോട് പറയാം, ഞാൻ തള്ളുമ്പോൾ നീ എന്ത് ചെയ്യണം? ആ നാവ് ആ പൊസിഷനിൽ മാറാതിരിക്കാൻ നോക്കണം. തിരിച്ച് നാവ് കൊണ്ട് എൻ്റെ വിരലിനെ തള്ളണം. അങ്ങനെ ഒന്ന് മെല്ലെ പതുക്കെ ഒരു സ്ട്രെങ്ത് കൊടുത്ത് തള്ളിക്കൊടുക്കുക. അപ്പോൾ ആ നാവ് അവിടെ നിന്ന് നീങ്ങാതെ കുട്ടിക്ക് ആ ഒരു സ്ട്രെങ്ത്തിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ നാവിൻ്റെ മൂവ്മെൻറ്റിന് പറ്റുന്നില്ല, കുഞ്ഞിന് മുകളിലോട്ടോ അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടോ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോപ്പർ സ്ട്രെങ്ത് ഒന്നും ഇല്ല എന്നാണെങ്കിൽ അത് കുഞ്ഞിൻ്റെ സംസാരത്തെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒന്നാണ് നാവിലെ കെട്ടിനെ പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പോയി കാണണം. അതായത് നമുക്ക് ഇനി നാവിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ കുഞ്ഞിന് തേനോ ചോക്ലേറ്റോ എല്ലാം നമുക്ക് എവിടെയാണോ കുഞ്ഞ് നാവ് ഉയർത്തേണ്ടത് അവിടെയൊക്കെ ഞാൻ തേനും ചോക്ലേറ്റും വെച്ചിട്ട് അത് ലിക്ക് ചെയ്തെടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം എന്ത് കുഞ്ഞിൻ്റെ നാവ് കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ എന്നില്ലെന്നൊക്കെ. പല്ലിൻ്റെ അലൊക്കേഷൻ, അതായത് പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പുകൾ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പല്ല് വേറൊരു പല്ലിന് മേലെ കയറിയിരിക്കുക, ഒരു പല്ല് ഇല്ലാതെ ഇരിക്കുക, അതൊക്കെ തന്നെ സംസാരത്തിൻ്റെ പലവിധ അക്ഷരങ്ങൾ ബാധിക്കും. പ്രത്യേകിച്ച് സ, ഷ എന്നീ അക്ഷരങ്ങളൊക്കെ പറയുമ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സംസാരത്തിന് ആവശ്യമായ വേറൊരു സാധനമാണ് നമ്മുടെ ചീക്സ് അല്ലേ. ചീക്സ് നമ്മളെ സൗണ്ട് ഉണ്ടാക്കാൻ വളരെ അത്യാവശ്യമായിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഈ ചീക്സിന് പ്രോപ്പർ സ്ട്രെങ്ത് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലോയിങ് എക്സസൈസ്, അതായത് കുഞ്ഞിന് മെഴുകുതിരി ഊതിക്കെടുത്താൻ പറ്റുന്നുണ്ടോ, അതുപോലെ തന്നെ ബലൂൺ ഊതി വീർപ്പിക്കാൻ പറ്റുന്നുണ്ടോ, ഈ ചെറിയ ഹോണൊക്കെ കണ്ടിട്ടില്ലേ, പി എന്ന് പറയും നമ്മൾ, അത് ഊതി സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിന് പ്രോപ്പർ ചീക്ക് സ്ട്രെങ്ത്, കവിളിന് അത്യാവശ്യമുള്ള സ്ട്രെങ്ത് ഉണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഒന്നാണ് ചുണ്ടുകളും സംസാരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ചുണ്ടിന് പ്രോപ്പർ സ്ട്രെങ്ത് ഇല്ല എന്ന് വെക്കുക, അപ്പം അത്തരം കുട്ടികൾ ഡ്രൂളിങ് കാണാൻ ചാൻസ് ഉണ്ട്. അതായത് ഉമിനീരിങ്ങനെ താനേ ഒലിച്ചു പോകുക. അത് കൺട്രോൾ ചെയ്യാനുള്ള, അത് നമ്മുടെ വായൻ്റെ ഉള്ളിൽ തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ഒരു ശക്തി ചുണ്ടിനില്ലാതെ പോകുന്നതാണ് കാരണം. അതുപോലെ തന്നെ ഈ ചുണ്ടിന് നല്ല ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് പ്രോപ്പർ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭ അങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് പറയാൻ പറ്റുകയുള്ളൂ. ചുണ്ടിൻ്റെ സ്ട്രെങ്ത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെള്ളം ഉള്ളിൽ പിടിക്കാൻ വേണ്ടി പറയാം. അതുപോലെ തന്നെ എന്തെങ്കിലും ചുണ്ടിൻ്റെ ഇടയിൽ ഒരു സാധനം വെച്ച് അത് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി പറയാം. അതുപോലെ തന്നെ എന്താ പറയുക, ഈ സ്ട്രോയിൽ നമ്മൾ ജ്യൂസൊക്കെ കുടിക്കൂലേ, അങ്ങനെ കുടിക്കാൻ പറ്റുന്നുണ്ടോ, അതൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അതുപോലെ വേറൊരു സാധനമാണ് ഹാർഡ് പാലറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വായിൽ നേരെ മേലെ കാണുന്ന അതാണ് ഹാർഡ് പാലറ്റ്. നമ്മൾ ട ഒക്കെ പറയുന്നത് ഹാർഡ് പാലറ്റിൽ നാവ് പോയി തട്ടുമ്പോഴാണ്
ടാ പറയുന്നത്. ചില കുട്ടികളിൽ ഈ ഹാർഡ് പാലറ്റ് കുറച്ചും കൂടി ഹൈ ആയിരിക്കും, നോർമലായി കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി ഹൈ ആയിരിക്കും. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ടാ എന്ന ശബ്ദം പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനൊക്കെ സ്പീച്ച് തെറാപ്പിയിൽ കൂടി റെഡിയാക്കി എടുക്കണം. ഇനി ഇതൊന്നുമല്ലാതെ ഉച്ചാരണ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുള്ള വേറൊരു കാരണം കേൾവിക്കുറവാണ്. കേൾവിക്കുറവ് എന്ന് പറയുമ്പോൾ ഹൈ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ്ലി സിവിയർ, അതായത് ഒരു 60-70% കേൾവിക്കുറവുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ അവരുടെ കേൾവിക്കുറവ് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസീസിന് മാത്രം ബാധിക്കുന്ന കേൾവിക്കുറവാണെങ്കിലും നമ്മളത് മനസ്സിലാക്കാതെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം കേൾവിക്കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉച്ചാരണ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് ഈ ഒരു വായയിലുള്ള അവയവങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അവർക്ക് കുട്ടിൻ്റെ കേൾവിയും ഒക്കെ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുകയാണെങ്കിൽ, ഉച്ചാരണ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മളൊന്ന് ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ ഉടനെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ, നേരിട്ട് ഓൺലൈനായിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഉറപ്പ് വരുത്തിയതിന് ശേഷം എത്രയും വേഗം ആ കുഞ്ഞിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം അതിൽ വർക്ക് ചെയ്ത് തുടങ്ങുക. കാരണം മിസ്ആർട്ടിക്കുലേഷൻ അല്ലെങ്കിൽ സ്പീച്ച് സൗണ്ട് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് സ്പീച്ച് തെറാപ്പിയിൽ കൂടെ എളുപ്പത്തിൽ ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്, കറക്റ്റ് ടൈമിൽ കാണിക്കുകയാണെങ്കിൽ. ഇനി അത് നിങ്ങൾ വെച്ചില്ല ശരിയായിക്കോളും എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അത് പിന്നെയും കോംപ്ലിക്കേറ്റഡ് ആയി, അൺക്ലിയർ സ്പീച്ച് ആയി, പിന്നെ അത് കോൺഫിഡൻസിനെ ബാധിച്ച് അത് വലിയ നൂലാമാലകളിലേക്ക് പോകും. അതിലും നല്ലത് നമ്മൾ എത്രയും വേഗം കണ്ടുപിടിച്ച് എത്രയും വേഗം കൺസൾട്ട് ചെയ്യുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ ആ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സോ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ബൈ.